വെൽക്കം ബാക്ക് അഗൈന ഷർഫാണ് ഇത് പാത്തു. അപ്പോൾ ഇന്ന് പാത്തു ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് പയ്യ സർപ്രൈസ്? ആരാണ് അജുവ? കഴിഞ്ഞ പ്രാവശ്യത്തെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്കൂൾ മാറിപ്പോയതിന് ശേഷം ഇവളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വേറൊരു കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഇവൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്ത് അവൾ അതും കൊണ്ട് ബാഗിലിട്ടിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണ്. മാഷാ അല്ലാ, ഇത് കണ്ടില്ലേ ഗിഫ്റ്റ്? നമ്മൾ സാധാരണ ഒരു കൊറിയറൊക്കെ അയക്കണ പോലെ നല്ലൊരു ബോക്സിലൊക്കെ ഇട്ടിട്ട് നല്ലോണം പാക്ക് ചെയ്ത് ആ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തയച്ചാൽ. അപ്പോൾ അജുവൻ്റെ ഗിഫ്റ്റ് ഷബ വഴി പാത്തുവിൻ്റെ അടുത്ത് എത്തിക്കണം. അപ്പോൾ നമ്മളത് പൊളിച്ച് നോക്കാൻ പോവാണ്. ആര്? അവൾ കുറ്റൊരു സ്കൂൾ മാറിയില്ലേ? ലവ് ചിഹ്നത്തിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കണ്ടോ? ഇതൊക്കെ ഇവിടുന്ന് ഒപ്പിച്ചെന്നാവോ പാവങ്ങൾ. മാഷാ അല്ലാ, എന്തൊക്കെയാണ്? എന്നിട്ട് തുറന്ന നേരത്തെ തുറന്ന പടച്ചോനെ. വീഡിയോ എടുക്കട്ടെ. ഉമ്മച്ചി എവിടെ നോക്കിയമ്മ എന്തൊക്കെയാ കൊടുത്തയച്ചിക്കണത്? ഉമ്മാ, ഓള് കളിക്കണ കുറേ കളിപ്പാട്ടുകൾ ഓളയിലാക്കി കൊടുത്തയച്ചിക്കണമ്മ. നോക്കി ഈ കാതോടെ ആദ്യം ഉറങ്ങ കിടക്കണേ. എന്നാ ഓരോന്നിടത്ത് കാട്ടിക്കൊണ്ടോ. മാഷാ അല്ലാ, നല്ലൊരു അടിപൊളി ബൊമ്മക്കുട്ടിനെ കൊടുത്തയച്ചിക്കണേ. അതിലെന്തൊക്കെയുണ്ട്? എന്താ തുറന്നു നോക്കിയാ? എന്താ ഇമ്മ അങ്ങോട്ടേക്ക് ഇമ്മ എന്തോ ഒരു ഗിൽറ്റി ബോഡി കിട്ടുകണ്ട്. എന്തിനു ഉപയോഗിക്കണം? ഓളനെ ഉണ്ടാക്കിയതാണോന്നല്ലോ ഇതൊക്കെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇങ്ങോട്ട് കാട്ടിക്കൊണ്ട. എന്താ സാധനം? എന്താ ഈ തവളനെ പോലത്തെ എന്തോ ഒരു സാധനം അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓള് കളിക്കണ ഓളെ കളിപ്പാട്ടങ്ങളാണോ സംശയമുണ്ട്. ഇതാ ഒരു പെന്നുണ്ട്. ഇതാ വീണ്ടും ഒരു താറാവ്. കവായ് സ്റ്റിക്കറോ? പിന്നെ അടുത്തത് സ്പെല്ലിങ്. ഐ വിൽ മിസ് യു ഫൈ ഹാപ്പി എന്നൊക്കെ എഴുതിക്കണേ. ഫൈ ഹാപ്പി. അതാ ഡോട്ട് ഇവിടെ ഫൈ ഹാപ്പി എന്നൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ. എന്താ നോക്ക്, അടുത്തെന്തോ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ എന്താ നോക്കട്ടെ നമുക്ക്. എന്താണ് യുവർ സൈൻ? എന്താന്ന് കറക്റ്റ് മനസ്സിലാവണില്ല. എന്തായാലും പൊട്ടിക്ക്. നിനക്ക് കാട്ടിക്കൊണ്ട ബോക്സ് തുറന്നപ്പോൾ ഇതിലത്തെ കുറേ ക്രാഫ്റ്റ് വർക്ക് കേട്ടോ. ചെറിയൊരു കവർ, ഇത് പേപ്പറിൽ എന്തോ സാധനം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, കാട്ടി ഇങ്ങോട്ട് ഇതിൽ കാണിച്ചോണ്ടോ ആദ്യം. ഇതേടാ ചെറിയൊരു ഇവിടെ വന്നാണ്. ഇവിടെ ഇരിക്ക്. വാനെന്താ ടോയ്സ് ഒക്കെ ആയിട്ട് നല്ല പാത്രത്തിലിട്ട് കാണ്ട് തന്നെ. നോക്കട്ടെ എന്താണ്. എന്ത്? ഇതിന്റെ പേര് ഹലോ കിറ്റി എന്നാണ്. അപ്പൊ ഇതോ? ഇതിന്റെ പേരോ? ഇത് കാട്ടിയ ഹലോ കിറ്റി നോക്കട്ടെ. അപ്പോൾ അതാ വീണ്ടും ഒരു കവർ പൊട്ടിച്ചപ്പോൾ അതാ എന്തോ ഹലോ കിറ്റി എന്നാണല്ലോ ഇതിൻ്റെ പേര്. തന്നെ തന്നെ താത്ത എത്രയിലാ പഠിക്കണത്? തന്നെ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരു ചെറിയൊരു പിക്ചർ ഗിൽറ്റി പൗഡർ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വീണ്ടും അടുത്തൊരു പേപ്പറിൽ വേറൊരു പിക്ചർ വരച്ചിക്കണ്. ഇതൊക്കെ ഏതൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് തോന്നുന്നുണ്ട്. അത്ര വലിപ്പമുള്ള ഒരു 5 ഉറുപ്പിയും കൊടുത്തയച്ചു. സ്റ്റാറിന്റെ കുറേ സ്റ്റിക്കറുകളുണ്ട്. ചെറിയൊരു ബോക്സിൽ എത്രമാത്രം ഗിഫ്റ്റുകളാണ് എൻ്റെ പാത്തുവിന് കിട്ടിയത് എന്നുള്ളത്
അപ്പം അത്രയും പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരാൾ എത്ര ഉണ്ടെന്ന് ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 പേപ്പറെല്ലാം കണ്ട് ഫൈഹ ഐ വിൽ മിസ് യു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ പൊന്നെ? ഞാനും എന്നെ മിസ് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. താങ്ക് യു. എനിക്ക് കുറേ ഗിഫ്റ്റ്. ഓള് സ്ഥിരമായിട്ട് ഉപയോഗിക്കണ ഓള് കളിക്കണ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പക്ഷെ അത് തരാൻ തോന്നിയൊരു മനസ്സ്, അത് ഭയങ്കര സംഭവം. 2ഉം 3ഉം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് 2ാം ക്ലാസ് മുതലാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത്. അത് 2 വർഷം അതങ്ങനെ നീണ്ടു നിന്ന് ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചെറിയ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഉണ്ടാകുമ്പോൾ പരസ്പരം സ്നേഹബന്ധം നല്ലോണം വളർന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇവിടെ ഈ ചെറിയ കുട്ടികൾ നമുക്ക് കാട്ടി തന്നത്. ഈ സർപ്രൈസ് ഗിഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും.